ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 18-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. HSI നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് HSI നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യപേപ്പറുകളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. 2 വോള്യങ്ങളിലായിട്ടാണ് HSI നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ വരുന്നത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ഈ റാങ്ക് ഫയൽ ഉടൻ തന്നെ സ്വന്തമാക്കൂ. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സ് നോട്ടുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയർ ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന PSC എക്സാമുകൾ എല്ലാത്തിനും വളരെ പ്രയോജനകരമാവുന്ന ഒരു ബുക്കാണിത്. അപ്പോൾ +2 ലെവൽ എക്സാം ആയാലും 10th ലെവൽ എക്സാം ആയാലും ഡിഗ്രി ലെവൽ എക്സാം ആയാലും കറണ്ട് അഫയേഴ്സ് പോർഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുടെയും എല്ലാം നോട്ടുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു PSC എക്സാം ആയിക്കോട്ടെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ കറണ്ട് അഫയർ ബുക്ക് സ്വന്തമാക്കൂ. ഉടൻ വരാനിരിക്കുന്ന PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് HSI സോഷ്യൽ സയൻസ്, HSI നാച്ചുറൽ സയൻസ്, HSI ഫിസിക്കൽ സയൻസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ് LDC തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മെയ് 18ന്റെ പ്രത്യേകതയാണ്. മെയ് 18 എല്ലാ വർഷവും നമ്മൾ അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ്? ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആയിട്ടാണ് മെയ് 18 നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മെയ് 18 ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആയിട്ട് ആചരിക്കുന്നത്? അതായത് മ്യൂസിയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും മെയ് 18 ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി 2025 മെയ് 18 അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നമുക്ക് ഓർത്തു വെക്കാം. ദ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയംസ് ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ്. എന്താണ്? ദ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയംസ് ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ് 2025 മെയ് 18 അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ മെയ് 18ന്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. മെയ് 18 എന്തായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര മ്യൂസിയം ഡേ ആയിട്ടാണ്, ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 2025 പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക. ദ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയംസ് ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. അടുത്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, അരുണാഭ ഘോഷാണ്. ആരാണ്? അരുണാഭ ഘോഷാണ്. എന്താണെന്ന് ഓർത്തു വെക്കുക. UN കാലാവസ്ഥാ സമ്മേളനം, അതായത് 2025 എന്താണ്? കോപ്പ്, നമുക്കറിയാം COP 30 ആണ് 2025 നടക്കുന്നത്. അപ്പോൾ COP 30, അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായിരിക്കുന്നത് ആരാണ്? അരുണാഭ ഘോഷാണ്. ഇനി ഈ ഒരു സമ്മേളനത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക. എന്താണ്? COP 30യുടെ വേദി എവിടെയാണ്? ബ്രസീലാണ്. എന്താണ്? ബ്രസീലാണ് വേദിയായി വരുന്നത്. COP 30 എവിടെ വെച്ചാണ് നടക്കുന്നത്? ബ്രസീലിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ കേരളമാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം രാഷ്ട്രപതി ഉടനെ തന്നെ നടത്തുമെന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്താണ്? രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായി കേരളം എന്നുള്ളത് രാഷ്ട്രപതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് 2022 കേരളത്തിൽ ആരംഭിച്ച ഡിജി കേരള, എന്താണ്? ഡിജി കേരള എന്ന പദ്ധതി മുഖേനയാണ്. എന്താണ്? 2022 ആരംഭിച്ച ഡിജി കേരള എന്ന പദ്ധതി വഴിയാണ് കേരളത്തിന് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു കണക്കെടുപ്പ്, അതായത് ഡിജിറ്റൽ സാക്ഷരത എത്രത്തോളം കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഈ ഒരു കണക്കെടുപ്പിൽ 14 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവരെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് 14 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക്, അത്രയും പ്രായക്കാരിലാണ് ഈ ഒരു ഡിജിറ്റൽ സാക്ഷരത എത്രത്തോളം ആണെന്നുള്ളത് സർവേ നടത്തിയിരിക്കുന്നത്. സാധാരണ ദേശീയ കണക്കെടുപ്പിൽ, അതായത് ഇങ്ങനെ ഒരു ഡിജിറ്റൽ സാക്ഷരതാ കണക്കെടുപ്പിൽ 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരെയാണ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ കേരളത്തിന്റെ ഈ ഒരു കണക്കെടുപ്പിൽ എന്താണ്? 65 വയസ്സ് വരെയുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കെടുപ്പിലൂടെ, ഈ ഒരു സർവേയിലൂടെ എന്താണ്? രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം.
ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2025 മേരി ലെബോൺ ക്രിക്കറ്റ് ക്ലബ്ബ് ഓണററി ലൈഫ് മെമ്പർഷിപ്പ് ലഭിച്ചത് ആർക്കൊക്കെ എന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, മൊയിൻ അലിക്കും അതേപോലെ തന്നെ മെഗ്ലാനിനുമാണ് ഈ ഒരു നേട്ടം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കുക, 2025 മേരി ലെബോൺ ക്രിക്കറ്റ് ക്ലബ്ബ് മേരി ലെബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ ഓണററി ലൈഫ് മെമ്പർഷിപ്പ് ആണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ക്രിക്കറ്റ് താരങ്ങളാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ മൊയിൻ അലി ഇംഗ്ലണ്ട് താരമാണ്. അദ്ദേഹം മൊയിൻ അലി ഇംഗ്ലണ്ട് താരമാണ്. അതേപോലെ മെഗ്ലാനിൻ ഓസ്ട്രേലിയൻ താരമാണ്. അപ്പോൾ രണ്ടുപേരും വിരമിച്ചവരാണ്. രണ്ടുപേരും കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ വിരമിച്ചവരാണ്. അപ്പോൾ ഈ രണ്ടുപേർക്കും മേരി ലെബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ ഓണററി ലൈഫ് മെമ്പർഷിപ്പ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. IIFTയുടെ ആദ്യ വിദേശ ക്യാമ്പസ് നിലവിൽ വന്നത് എവിടെയെന്നാണ്. ഓർത്തു വെക്കാം, ദുബായിലാണ് നിലവിൽ വന്നത്. എന്തിന്റെ ക്യാമ്പസ് ആണെന്ന് ഓർത്തു വെക്കുക, IIFTയുടെയാണ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ വിദേശ ക്യാമ്പസ് ആണ് നിലവിൽ വന്നിരിക്കുന്നത്. എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ദുബായിലാണ് ഇങ്ങനെ ഒരു ക്യാമ്പസ് നിലവിൽ വന്നിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? IIFTയുടെ ആദ്യ വിദേശ ക്യാമ്പസ് ആണിത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. സുനിൽ ഗവാസ്കറോടുള്ള സ്മരണാർത്ഥം നാമകരണം ചെയ്ത ബോർഡ് റൂം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മുംബൈയിലാണ്. എവിടെയാണ്? മുംബൈയിലാണ്. ആരോടുള്ള സ്മരണാർത്ഥമാണെന്ന് ഓർത്തു വെക്കുക, സുനിൽ ഗവാസ്കർ. അദ്ദേഹം ഒരു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള ഒരു ബോർഡ് റൂം ആണ്. ഇനി എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നൊന്ന് ഓർത്തു വെക്കുക, BCCIയുടെ ആസ്ഥാനമായിട്ടുള്ള മുംബൈയിലാണ്. അപ്പോൾ മുംബൈയിലുള്ള BCCI ആസ്ഥാനത്താണ് ഈ ഒരു ബോർഡ് റൂം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരോടുള്ള സ്മരണാർത്ഥമാണ് ഇങ്ങനെയൊരു ബോർഡ് റൂം സ്ഥാപിതമായത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. സുനിൽ ഗവാസ്കറോടുള്ള ആദര സൂചകമായിട്ടാണ് ഇതിന് അദ്ദേഹത്തിന്റെ പേര് നാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? മുംബൈയിലാണ് ഇങ്ങനെ ഒരു ബോർഡ് റൂം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. നാബാം ഗേൾ എന്ന ചിത്രത്തിന്റെ ക്രെഡിറ്റ് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടന നീക്കിയിരിക്കുകയാണ്. അതായത് ഒരു യുദ്ധസമയത്ത് എടുത്ത ഒരു ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ് നാബാം ഗേൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം എടുത്തത് എന്ന പദവിയിലുള്ള നിക്കൂട്ടിനെയാണ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. അതായത് അദ്ദേഹമല്ല എടുത്തത് എന്നുള്ള ഈ ഒരു ഫോട്ടോ എടുത്തത്, ചിത്രം പകർത്തിയത് അദ്ദേഹമല്ല എന്നുള്ള വിവാദത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ഒരു ക്രെഡിറ്റ് പിൻവലിച്ചിരിക്കുന്നത്, സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക, വേൾഡ് പ്രസ് ഫോട്ടോയാണ്. ആ ഒരു സംഘടനയാണ് ഈ ഒരു ചിത്രം, അതായത് നാബാം ഗേൾ എന്ന ചിത്രത്തിന്റെ ക്രെഡിറ്റ് ആരുടെ പേരിൽ നിന്നും മാറ്റിയിരിക്കുന്നത്? നിക്കൂട്ടിന്റെ പേരിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ആരാണെന്ന് അറിയില്ല എന്നുള്ള ഒരു രീതിയിലാണ്, അതായത് ഈ ചിത്രം പകർത്തിയത് ആരാണെന്ന് അറിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടന ഇപ്പോൾ അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രത്തിന്റെ കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക, നാബാം ഗേൾ എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിന് ഇപ്പോൾ അവിടെ അവകാശികളില്ല, ആരാണ് എടുത്തത് എന്നുള്ള സ്ഥാനത്ത് അവകാശികളില്ല എന്നുള്ള ലേബലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് നീക്കം ചെയ്ത സംഘടന പ്രത്യേകം ഓർത്തു വെക്കുക, വേൾഡ് പ്രസ് ഫോട്ടോ എന്ന സംഘടനയാണ് ഈ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നും നീക്കം ചെയ്തത്. ഇനി ഫോബ്സിന്റെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 മെയ്യിൽ ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആരെന്നാണ്. അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ളത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. എന്താണെന്ന് ഓർത്തു വെക്കുക, എന്ത് റിപ്പോർട്ടാണ്? ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരമാണ്. അതായത് അവർ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന തുകയും മാത്രമല്ല പരസ്യങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന തുകയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് അവർക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനവും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റാങ്കിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇനി ഈ ഒരു റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആരാണെന്ന് ഓർത്തു വെക്കുക, സ്റ്റീഫൻ കറിയാണ്. സ്റ്റീഫൻ കറിയാണ് ഈ ഒരു റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു ബാസ്കറ്റ് ബോൾ താരമാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ആരാണ്? സ്റ്റീഫൻ കറിയാണ് ഈ ഒരു റാങ്കിങ്ങിൽ 2025 മെയ്യിൽ ഫോബ്സ് പുറത്തുവിട്ട ഈ ഒരു റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഇനി 3ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ആരാണ്? ടൈസൺ ഫ്യൂറിയാണ്. അദ്ദേഹം ഒരു ബോക്സിംഗ് താരമാണ്. ആരാണ്? ടൈസൺ ഫ്യൂറി എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ 2025 മെയ്യിൽ വന്ന ഒരു റിപ്പോർട്ടാണിത്. ആരാണ് പുറത്തുവിട്ടത്? ഫോബ്സ് പുറത്തുവിട്ടിരിക്കുന്നതാണ്. റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2ാം സ്ഥാനത്തുള്ളത് ആരാണ്? സ്റ്റീഫൻ കറിയാണ്. അതേപോലെ 3ാം സ്ഥാനത്തുള്ളത് ടൈസൺ ഫ്യൂറിയാണ്.
അടുത്തത് മറ്റൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ് പ്രകാരം 2024 ലോകത്ത് എത്രയാണ് 29.5 കോടി ആളുകൾ കടുത്ത പട്ടിണി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് റിപ്പോർട്ട് പ്രകാരമാണെന്ന് ഓർത്തു വെക്കുക, ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ് എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തെ എത്ര ജനങ്ങളാണ്, എത്ര ആളുകളാണ് 29.5 കോടി ആളുകൾ കടുത്ത പട്ടിണി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 65 രാജ്യങ്ങളെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പരിഗണിച്ചത്. എന്താണ് ഈ ഒരു റിപ്പോർട്ടിൽ സ്റ്റഡി ചെയ്തത്? 65 രാജ്യങ്ങളെയാണ്. എന്നാൽ അതിൽ 53 രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ 29.5 കോടി ആളുകൾ ഉൾപ്പെടുന്നത്. കടുത്ത പട്ടിണി അനുഭവിച്ച ഈ ഒരു 29.5 കോടി ആളുകൾ ഉൾപ്പെടുന്നത് അതിൽ 53 രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഏതാണെന്ന് ഓർത്തു വെക്കുക, ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ് എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് 2024 കാര്യമാണ് അവർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ 2025 എങ്ങനെയാണെന്നുള്ളത് അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. 2025 മാനുഷിക സഹായം കുറഞ്ഞതിനാൽ ഇതിനും കൂടുതൽ കടുത്ത പട്ടിണി അനുഭവിക്കുന്നവരുടെ എണ്ണം ഇതിലും കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ് എന്ന റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്ത് 29.5 കോടി ആളുകൾ കടുത്ത പട്ടിണി അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, നീരജ് ചോപ്രയാണ്. ആരാണ്? നീരജ് ചോപ്രയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ജാവലിൻ ത്രോയിൽ 90 മീറ്റർ ദൂരം പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരമാണ്. ആരാണ്? നീരജ് ചോപ്ര. മാത്രമല്ല ഏഷ്യയിൽ നിന്നും ഈ ഒരു നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ആളാണ്. ഈ ഒരു നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ആളാണ്. അതായത് 90 മീറ്റർ ദൂരം ജാവലിൻ ത്രോയിൽ പിന്നിടുന്ന മൂന്നാമത്തെ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് നീരജ് ചോപ്ര. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എത്രാം സ്ഥാനമാണെന്ന് ഓർത്തു വെക്കുക, 25ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. ലോകത്തിൽ ഈ ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട 25ാമത്തെ വ്യക്തിയാണ് നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗ് കോമ്പറ്റീഷനിൽ അദ്ദേഹം 90 പോയിന്റ് ഓർത്തു വെക്കുക, 90.23 മീറ്റർ ആണ് അദ്ദേഹം എറിഞ്ഞത്. അപ്പോൾ മൂന്നാം ശ്രമത്തിലാണ് അദ്ദേഹം ഈ ഒരു ദൂരം പിന്നിട്ടത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ്. അപ്പോൾ എത്ര മീറ്റർ ആണ് അദ്ദേഹത്തിന്റെ പുതിയ റെക്കോർഡ്? എത്രയാണെന്ന് ഓർത്തു വെക്കുക, 90.23 മീറ്റർ ആണ്. അപ്പോൾ പുതിയ ദേശീയ റെക്കോർഡ് അദ്ദേഹം നേടിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം റെക്കോർഡ് തിരുത്തിയാണ് പുതിയൊരു ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് തന്റെ പേരിലുണ്ടായിരുന്ന 89.94 എന്ന ദേശീയ റെക്കോർഡ് തിരുത്തിയാണ് അദ്ദേഹം 90.23 മീറ്റർ എന്നുള്ള പുതിയ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് ഏത് മത്സരത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു, ദോഹ ഡയമണ്ട് ലീഗിലാണ്. അപ്പോൾ അദ്ദേഹം രണ്ടാം സ്ഥാനമാണ് നേടിയതെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിലും ഈ ഒരു മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക, ജൂലിയൻ വെബർ ആണ്. ആരാണ്? ജൂലിയൻ വെബർ ആണ് ഈ ഒരു മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത്. അപ്പോൾ 91.06 മീറ്റർ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്ന ആരാണ്? ജൂലിയൻ വെബർ ആണ്. ജൂലിയൻ വെബർ എത്ര മീറ്റർ ദൂരത്തിലാണ് എറിഞ്ഞതെന്ന് ഓർത്തു വെക്കുക, 91.06 മീറ്റർ ആണ്. ആ ഒരു ദൂരം പിന്നിട്ടാണ് ജൂലിയൻ വെബർ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരമാരാണ്? നീരജ് ചോപ്രയാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 2025 മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്, ഏത് ടീമെന്നാണ്? ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഏത് മത്സരമാണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 എങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഏത് ടീമാണെന്ന് ഓർത്തു വെക്കുക, രണ്ടാം സ്ഥാനത്ത് ഹരിയാനയാണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത്. മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഇനി ഒരു മെഡൽ ടേബിളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ഓർത്തു വെക്കുക, എട്ടാം സ്ഥാനത്താണ് കേരളം വന്നിട്ടുള്ളത്. കേരളം എത്രാം സ്ഥാനത്താണ്? എട്ടാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 എട്ടാം സ്ഥാനത്താണ് കേരളം ഉള്ളത്. ഇനി മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ബീഹാർ ആണ്. 2025 ബീഹാറിൽ വെച്ചാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത്. മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഏതാണെന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗജസിംഹയാണ്. ഗജസിംഹയാണ് മത്സരത്തിന്റെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഭാഗ്യചിഹ്നം. അപ്പോൾ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയാണ്, രണ്ടാം സ്ഥാനത്ത് ഹരിയാനയാണ്, മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനാണ്, കേരളം എട്ടാം സ്ഥാനത്താണ് ഉള്ളത്.
ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കുക. അരുണാഭ ഘോഷാണ്. ആരാണ്? അരുണാഭ ഘോഷാണ്. ഇനി COP30യുടെ വേദി എവിടെയാണെന്നും കൂടി ഓർത്തുവെക്കുക. ബ്രസീലിൽ വെച്ചാണ് COP30 നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതെന്നാണ്. കേരളമാണ്. അപ്പോൾ ഇങ്ങനെയൊരു നേട്ടം കേരളം കൈവരിച്ചത് ഉടൻ തന്നെ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നതായിരിക്കും. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 2025 മേരി ലെബൺ ക്രിക്കറ്റ് ക്ലബ്ബ് ഓണററി ലൈഫ് മെമ്പർഷിപ്പ് ലഭിച്ചത് ആർക്കൊക്കെ എന്നാണ് ഓർത്തുവെക്കുക. മൊയ്ൻ അലിക്കും അതേപോലെ മെഗ്ലാനിനുമാണ് ഈ ഒരു നേട്ടം ലഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് IIFTയുടെ ആദ്യ വിദേശ ക്യാമ്പസ് നിലവിൽ വന്നത് എവിടെയെന്നാണ്. ദുബായിലാണ് വന്നത്. എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ ആദ്യ വിദേശ ക്യാമ്പസ് എവിടെയാണ് നിലവിൽ വന്നിരിക്കുന്നത്? ദുബായിലാണ്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. സുനിൽ ഗവാസ്കറോടുള്ള സ്മരണാർത്ഥം നാമകരണം ചെയ്ത ബോർഡ് റൂം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. മുംബൈയിലാണ്. എന്താണ്? BCCIയുടെ ആസ്ഥാനം മുംബൈയിലുള്ള ആസ്ഥാനത്താണ് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. ആരോടുള്ള സ്മരണാർത്ഥമാണ്? സുനിൽ ഗവാസ്കറോടുള്ള സ്മരണാർത്ഥമാണ് ഈ ഒരു ബോർഡ് റൂമിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് നവാബ് ഗേൽ എന്ന ചിത്രത്തിന്റെ ക്രെഡിറ്റ് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടന എന്താണ് നീക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്തത് ആരാണ് എന്നുള്ള തർക്കത്തിനിടയിലാണ്, ആ ഒരു വിവാദത്തിനിടയിലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ആരാണ്? വേൾഡ് പ്രസ് ഫോട്ടോ എന്ന സംഘടനയാണ് അത് നീക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴെന്താണ്? നവാബ് ഗേൽ എന്ന ചിത്രം ആരാണ് എടുത്തത്, അതിന് ആരാണ് ആ ചിത്രം പകർത്തിയത് എന്നുള്ളതിന് അവകാശികളില്ലാതെ ഇരിക്കുകയാണ്. ശേഷം നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു. 2025 മെയ്യിൽ ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ടാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇത് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ 2ാം സ്ഥാനത്തുള്ളത് സ്റ്റീഫൻ കറിയാണ്. അപ്പോൾ 3ാം സ്ഥാനത്തുള്ളത് ടൈസൺ ഫ്യൂറിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ് പ്രകാരം 2024 ലോകത്ത് 29.5 കോടി ആളുകൾ കടുത്ത പട്ടിണി അനുഭവിച്ചു എന്നുള്ള റിപ്പോർട്ടാണ്. ഏത് റിപ്പോർട്ട് പ്രകാരമാണെന്ന് ഓർത്തു വെക്കുക. ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ് എന്നുള്ള റിപ്പോർട്ട് പ്രകാരമാണ് 2024 ലോകത്ത് 29.5 കോടി ജനങ്ങളാണ് കടുത്ത പട്ടിണി അനുഭവിച്ചത്. അപ്പോൾ 65 രാജ്യങ്ങളെ കണക്കെടുത്താണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ്. നീരജ് ചോപ്രയാണ്. അപ്പോൾ ദോഹ ഡയമണ്ട് ലീഗ് മത്സരത്തിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത്. അപ്പോൾ ഈ ഒരു നേട്ടത്തോടെ അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. അപ്പോൾ ഈ ഒരു നേട്ടം നേടിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഇനി ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട 3ാമത്തെ ഏഷ്യക്കാരനായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം. ലോകത്തെ എത്രാമത്തെ താരമാണ്? 25ാമത്തെ താരമാണ്. അതായത് ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട 25ാമത്തെ താരവും കൂടിയാണ് നീരജ് ചോപ്ര. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മെഡൽ പട്ടികയിൽ 1ാമതെത്തിയത് മഹാരാഷ്ട്ര ആണ് എന്നുള്ള കാര്യമാണ്. 2ാം സ്ഥാനത്തുള്ളത് ഹരിയാനയാണ്. 3ാം സ്ഥാനത്ത് രാജസ്ഥാനാണ്. ഇനി ഈ ഒരു മെഡൽ ടേബിളിലെ 8ാം സ്ഥാനത്താണ് കേരളം ഉള്ളത്. ഇനി മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ബീഹാർ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത്. മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് ഓർത്തു വെക്കുക. ഗജസിംഹയാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2025 അർഹനായത് ആരെന്നാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ജോർജ് ഓണക്കൂർ, ഓപ്ഷൻ ബി ആലങ്കോട് ലീലാകൃഷ്ണൻ, ഓപ്ഷൻ സി പ്രഭാവർമ്മ, ഓപ്ഷൻ ഡി അംബികാസുധൻ മാങ്ങാട്. 2ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം ഏതെന്നാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഇൻഡോർ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി പൂനെ, ഓപ്ഷൻ ഡി ലക്നൗ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2025 മെയ്യിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ താരം ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. നീരജ് ചോപ്രയ്ക്കാണ് ഇങ്ങനെ ഒരു പദവി ലഭിച്ചിട്ടുള്ളത്. 2ാമത്തെ ചോദ്യം ഇതായിരുന്നു. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതെന്നാണ്. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഭാർഗവാസ്ത്ര എന്നുള്ളതാണ് ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുവാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.